നോട്ട് ഓഡബിൾ. കേൾക്കുന്നില്ല. പറയൂ. എക്സാമിന്റെ ടൈമില് ഞാൻ നാട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പൊ എവിടുന്നാ വിളിക്കണേ? ഞാനിപ്പോ സൗദി അറേബ്യയിലാണ്. വെരി ഗുഡ്. കണ്ടില്ലേ നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത? സൗദിയിൽ എവിടെയാ? ഞാൻ റിയാദിലാണ്. റിയാദ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏതാണ് പ്രോഗ്രാം ചെയ്യുന്നത്? ഞാൻ BA എക്കണോമിക്സ് ആണ്. BA എക്കണോമിക്സ്. ഓക്കെ. ഓണേഴ്സ് ആണോ ജനറൽ ആണോ? ജനറൽ ആണ്. ജനറൽ ആണ്. ഓക്കെ. നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാട്സപ്പിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ബന്ധപ്പെട്ടില്ല. ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെ ഈ ലിങ്ക് കിട്ടി? ലിങ്ക് ഇതിന് സ്റ്റാറ്റസിൽ നിന്ന് കിട്ടിയതാണ്. സ്റ്റാറ്റസിൽ നിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. ഓക്കെ. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല, ഞാനിപ്പോ എക്സാമിന്റെ ടൈമിൽ നാട്ടിലുണ്ടാവില്ല. അപ്പൊ അത് എഴുതാണെങ്കിൽ ഇപ്പൊ ജൂലൈ ടൈമിലുള്ള ജൂലൈയിലല്ല എക്സാം വരിക? സാധാരണഗതിയിൽ ജൂണിലാണ് വരേണ്ടത്. പക്ഷെ ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 15 ദിവസം 20 ദിവസം മുമ്പേ തന്നെ ഇഗ്നോ നമുക്ക് ഡേറ്റ് ഷീറ്റ് പ്രസിദ്ധീകരിക്കും. അതനുസരിച്ച് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് നമുക്ക് വരാം. ചാർട്ടേഡ് ഫ്ലൈറ്റ് അല്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഗൾഫിൽ വല്ല ജോലി ഉണ്ടെങ്കിൽ പറയൂട്ടോ, ഞാനും വരാം. എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാനും വരാം. ഇതൊക്കെ ഇവിടുന്ന് അവിടത്തേക്ക് ആകാമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ടും ആകാലോ. പിന്നെന്താ ഇവിടെ എന്തോ എക്സാം സെന്റർ ഉണ്ട് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ കിട്ടിയിരുന്നു. എക്സാം സെന്റർ ഉണ്ട്. ചെറിയ ഒരു വ്യത്യാസം. ഇവിടെ 200 രൂപ, അവിടെ $200. അത്രേ ഉള്ളു വ്യത്യാസം. $200 എന്ന് പറഞ്ഞാൽ എത്രയായി? $200 ഏകദേശം 14,000 രൂപയായി. 16,000 രൂപയായി. അത്രേ ഉള്ളു വ്യത്യാസം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നാട്ടിൽ വന്ന കുട്ടികളെയും മക്കളെയൊക്കെ ഒന്ന് കണ്ടിട്ട് അതേ ഇതിൽ അങ്ങോട്ട് പോയി വരുമ്പോ കുറച്ച് അത്തരം മുന്തിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കാനുള്ള കാശാവൂലേ? ഓക്കെ. യൂണിവേഴ്സിറ്റിക്കാര് കേട്ട എന്നെ തല്ലും. പിന്നെ നമുക്ക് ഈ അസൈൻമെന്റ് ഒക്കെ എഴുതാന് വേർഡില് MS വേർഡിലൊക്കെ ആയിട്ട് എഴുതിക്കാണ്ട് എന്നിട്ട് വീട്ടിൽ തന്നെ വെച്ചാ മതി. MS വേർഡിലൊക്കെ കിട്ടണമെങ്കിലേ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേർഡിലേക്ക് ആക്കാനുള്ളതൊക്കെ ഞങ്ങൾക്ക് കുറെ അറിയാം. അങ്ങനത്തെ തരികടയൊന്നും പറ്റൂല. സ്വന്തം കൈ കൊണ്ട് എഴുതണം. ഓക്കെ. ആ പരിപാടിക്ക് കിട്ടുമട്ടോ, അയക്കുകയൊക്കെ ചെയ്യാം. 0 മാർക്ക് ഇട്ട് തരാം. ഗൾഫിലുള്ളവരുണ്ട്, അവര് ചെയ്യുന്ന ടെക്നിക്ക് എന്തെന്നൊക്കെ രാപ്പകലില്ലാണ്ട്. ഇപ്പൊ ബ്രദറ് മുംബൈയിലിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ്, അദ്ദേഹം കൃത്യമായി പ്രോജക്റ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുമായിട്ട് മീറ്റിംഗിൽ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ വിശ്വസിക്കുക. ഇത് നെറ്റ് അടിച്ചു കൊടുത്താൽ എല്ലാ സാധനവും നമുക്ക് കിട്ടും. പക്ഷെ അതൊക്കെ സ്ക്രീനിൽ ഇരുന്നോട്ടെ, നമുക്കത് ഭംഗിയായിട്ട് എഴുതിയെടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. പിന്നെ മറ്റൊരു കോമാളിത്തരമാണ് ഈ 49 രൂപയുടെ ഗൈഡ് അല്ലെങ്കിൽ 49 രൂപയുടെ അസൈൻമെന്റ്, സോൾവ്ഡ് അസൈൻമെന്റ്. അതൊന്നും വാങ്ങിച്ച് പറ്റിക്കപ്പെടരുത്. അതിനൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്താന്നറിയാമോ? 0 മാർക്ക് കൊടുത്ത ചരിത്രം ഞങ്ങൾക്കുണ്ട്. 0 മാർക്ക്. ഒരേ സ്ഥലത്ത് ഒരേപോലെ പാരഗ്രാഫ് മാറിയിട്ട് 10 പേർക്ക് വരുന്നു. അത് ഓട്ടോമാറ്റിക്കലി അതൊരു ഇഷ്യൂ തന്നെയാണ്. അതൊന്നും സംഭവിക്കരുത്. അത് ഡൽഹി ബേസിൽ ഒരു ടീം അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിൽക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോളൂ. 4 ക്രെഡിറ്റിന് ഇഗ്നോ നമുക്ക് 5 ക്ലാസ്സേ തരികയുള്ളൂ. 4 ക്രെഡിറ്റിന് 5 ക്ലാസ് ആണ് തരേണ്ടത് ഔപചാരികമായി. നിങ്ങളെ വിളിച്ചിട്ട് ഇപ്പൊ മുബാറക് മാഷ് നിങ്ങളുടെ അടുത്തേക്ക് ലിങ്ക് അയച്ചു കൊടുക്കുന്നത് പോലെയൊന്നും ഇഗ്നോ ചെയ്യൂല. വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. മുബാറക് മാഷ് നിങ്ങളുടെ ലിങ്ക് അയച്ച് കയറി വരൂ എന്ന് പറയുന്നത് പോലെ ആരും ചെയ്യൂലട്ടോ. സൈറ്റിൽ വിസിറ്റ് ചെയ്യണം.
ഇഗ്നോയുടെ സൈറ്റിലെ റീജിയണൽ സെന്ററിൽ എങ്ങനെ പോകണമെന്ന് കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന വിരസത വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് ചില പദങ്ങളൊന്നും നമ്മൾ പറയാത്തത്. 4 ക്രെഡിറ്റിന് 5 ക്ലാസ് തന്നിരിക്കും. 6 ക്രെഡിറ്റിന് 8 ക്ലാസ്. എംകോമിന് 6 ക്രെഡിറ്റ് വീതമാണ്. 6 ക്രെഡിറ്റ് വീതമാണ്, 8 ക്ലാസ്. 8 ക്രെഡിറ്റ് ഉണ്ട്. MEG, MPS, MAH ഇതൊക്കെ 8 ക്രെഡിറ്റിന് 10 ക്ലാസ് കിട്ടും. 8 ക്രെഡിറ്റിന് 10 ക്ലാസ്. 1 ക്ലാസ് ഈക്വൽസ് 2 hours ഡ്യൂറേഷൻ. വൺ ക്ലാസ് ഈക്വൽസ് 2 hour ഡ്യൂറേഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും 5 ക്ലാസ് എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ ക്ലാസ്. ആ 10 മണിക്കൂർ ക്ലാസ്സിനേക്കാൾ കൂടുതൽ യൂട്യൂബിൽ ഇപ്പോൾ തന്നെ ലഭ്യമാണ്. അതിൽ ഒരു ഇൻഫർമേഷനാണ് എം നോട്ട്സ്. ഇങ്ങനെ കുറെ വീഡിയോസ് ഇറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിന്റെ സ്റ്റുഡന്റ് ഗ്രൂപ്പുമുണ്ട്, ഫാക്കൽറ്റീസ് ഗ്രൂപ്പുമുണ്ട്. സ്റ്റുഡൻസും തരുന്നുണ്ട്, ഫാക്കൽറ്റീസും തരുന്നുണ്ട്. ഫാക്കൽറ്റീസ് ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, കോ അഡ്മിന്മാർ, അവർ മലയാളത്തിൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അറിയാനുള്ളത്? എല്ലാ മേഖലയും നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡെന്യ ആന്റണി ഒന്ന് സംസാരിക്കൂ. സർ, എക്സ്ക്യൂസ് മീ. അനിഷ മാം പറഞ്ഞോളൂ. സർ, അപ്പൊ നമുക്കിപ്പോ റീ രജിസ്ട്രേഷൻ ഇപ്പൊ മുതൽ ചെയ്യാമോ സർ? താങ്കളുടെ എൻറോൾമെന്റ് നമ്പർ എത്ര? 2105959 21059. അതായത് ജൂലൈ 21. ജൂലൈ 21 റീ രജിസ്ട്രേഷൻ മാർച്ച് ഏപ്രിലേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പൊ ചെയ്യേണ്ടതില്ല. ഉടൻ തന്നെ ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. വാച്ച് ചെയ്താൽ മതി. ആ ടൈം ആകുമ്പോ ഒന്ന് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, ഞാൻ സഹായിച്ചു തരാം. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ അതേപോലെ തന്നെയാണ് ഈ അസൈൻമെന്റ് സമർപ്പിക്കുന്നതിന്, ഈ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് 2 കാര്യം വേറെയും ചെയ്യണം. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. ഇഗ്നോ പ്രൊമോഷൻ തന്നാൽ പോലും നിങ്ങൾ പ്രൊമോഷൻ സ്വീകരിക്കരുത്. എന്റെ ഓർഡറാണ്. ഓർഡർ. അവരെ തരുന്ന ഔദാര്യം നമുക്ക് വേണ്ട. നമ്മൾ പോയി പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കാം. അത് കൂടാതെ അസൈൻമെന്റ് നിർബന്ധമായും സബ്മിറ്റ് ചെയ്യണം. അപ്പൊ മാർച്ച് മാസത്തിൽ 3 കാര്യം നടക്കണം. റീ രജിസ്ട്രേഷൻ, കമ്മിങ് സെഷൻസ് എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള അസൈൻമെന്റ്, പ്രോജക്റ്റ്, ഡിസർട്ടേഷൻ ഒക്കെ PG ആണെങ്കിൽ പ്രോജക്റ്റ്, ഫീൽഡ് വർക്ക്, ഡിസർട്ടേഷൻ ഒക്കെ ആ ടൈമിൽ അത് ചെയ്യേണ്ടി വരും. ഓക്കെ സർ, അപ്പൊ ഇപ്പൊ മാർച്ചിൽ തന്നെ അസൈൻമെന്റ് വെക്കണം എന്നുള്ള പോലെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നതല്ലേ ബുദ്ധി. അനിഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആക്ച്വലി ഐ ഡോണ്ട് നോ സർ. വേണ്ട എന്ന് പറയാത്തവൾ എന്നാണ് അർത്ഥം. നിഷേധിക്കാത്തവൾ തന്നെയാണ്. ഞാൻ ആ നിഷേധി എന്നുള്ള വാക്ക് പറയരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കുറച്ച് സാഹിത്യം കൂട്ടി പറഞ്ഞത്. അതാണ് പ്രത്യേകത. ഈ നിഷേധി എന്ന് പറയുമ്പോ പെട്ടെന്ന് കേട്ട ഉടനെ അതാ എന്നെ നിഷേധി എന്ന് പറഞ്ഞു. അതാണ് വേണ്ട എന്ന് പറഞ്ഞവൾ എന്ന വാക്ക് ഞാൻ ഉദ്ധരിച്ചത്. മനഃപൂർവ്വമാണ്. അവിടെയാണ് കൗൺസിലേഴ്സിന്റെ ടെക്നിക്ക്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ സ്വയമേ ഞങ്ങളെ ഒന്ന് തട്ടുന്നത്. ഓ, യു ആർ ഗുഡ് മാൻ എന്ന് ഞങ്ങൾ സ്വയം പറയുന്നത്. അങ്ങനെയാണ്. ഞാൻ സെക്കൻഡ് ഇയറിൽ കൗൺസിലിംഗ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്കിതൊരു ഭയങ്കര മോട്ടിവേഷൻ. തീർച്ചയായും അങ്ങനെ പ്രാർത്ഥിക്കൂ. രോഗമൊന്നും വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് മാത്രമേ എനിക്ക് പ്രതീക്ഷയായിട്ട് വേണ്ടു. വേറെ ഒന്നും വേണ്ട. ഇതൊക്കെ നമ്മുടെ നല്ല വിലയേറിയ സമയമാണ്. പിന്നെ ഒരുപാട് സൗഹൃദങ്ങളും നമുക്ക് കിട്ടുന്നു. ഓക്കെ, എനിഹോ അനിഷ, താങ്ക് യു. ഇതില് വേറെ ഒരാൾ സംസാരിക്കാത്തവർ ഇനിയും നമുക്ക് ഉണ്ട് ഈ കൂട്ടത്തിൽ. അജില, പറഞ്ഞോളൂ മഞ്ജു മാം. 35th കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സൈറ്റിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഡിസംബർ 2020 പാസ് ഔട്ട് ആണ്. ഫെബ്രുവരിയിൽ എക്സാം കഴിഞ്ഞ. അപ്പോ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. വളരെ സിമ്പിൾ ആണ്. കോൺവൊക്കേഷൻ ഇപ്പൊ ഡിഗ്രിയുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും വെച്ചിട്ടാണല്ലോ കിട്ടിയിരിക്കുന്നത്.
താങ്കളെ പോലെ ഞാനും കോൺവെക്കേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 2020 പരീക്ഷയാണ് എന്റെ നടത്തിയത്. ഇപ്പൊ 2 കൊല്ലമായി, 2ാമത്തെ കൊല്ലത്തിലാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത്. ഡിസംബർ 20 പരീക്ഷ എഴുതണമെങ്കിൽ ആ സെക്കൻഡ് ഇയർ ഡിസംബറിൽ അതിൽ പെടുവല്ലോ, ഡിസംബർ 20 ബാച്ച്, പിന്നെ ഡിസംബർ 21 പരീക്ഷ. ഈ 2 കൊല്ലം കഴിഞ്ഞിട്ടും എനിക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഒന്നിച്ച് വിഷമിക്കാം. നമുക്കുള്ളത് 35th കോൺവൊക്കേഷൻ. ഞാനത് കൃത്യമായി പറയും. 35th കോൺവൊക്കേഷന്റെ ആയി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ എന്നെ ബന്ധപ്പെടൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി മിസ് ഷംന, നേരത്തെ സംസാരിച്ച മിസ് ഷംന അല്ലെ, മീറ്റിംഗിലുള്ള അവർ ഇടക്ക് പോയി അല്ലെ? ഓക്കെ. അഞ്ജലി, ഷംന മാം ഉണ്ട്. ഒന്ന് പരിചയപ്പെടൂ മിസ് ഷംന. കുട്ടികൾ സംസാരിച്ചോട്ടെ, കുട്ടികൾ സംസാരിക്കാനുള്ളവരാണ്. സർ, ഞാൻ എറണാകുളം ഡിസ്ട്രിക്ട് മൂവാറ്റുപുഴ തന്നെ. മൂവാറ്റുപുഴ കിഴക്കേക്കര. സാർ, ഞാൻ 2021 ജനുവരിയില് അഡ്മിഷൻ എടുത്ത ആളാണ്. പക്ഷെ എനിക്കൊരു ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കിതില് ഇഗ്നോ ഇതായിട്ട് ആരുടെ കോണ്ടാക്ട് നമ്പർ ആരുമായിട്ട് ഒരു തരത്തിലും പലതരത്തിലും ഞാൻ അന്വേഷിച്ചു, എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഈ അടുത്ത ദിവസം ഞാൻ സാറായിട്ട് വാട്സപ്പില് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ എനിക്കിപ്പോ ഈ വർഷം ഈ സെക്കൻഡ് ഇയറിലേക്ക് ഞാൻ റീജോയിൻ ചെയ്തിട്ടുണ്ട്, റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഫസ്റ്റ് ഇയറില് അതെനിക്ക് പഠിച്ച് എക്സാം പ്രോഗ്രാം ഏതാണ് എന്ന് പറഞ്ഞില്ല. ബാച്ചിലർ ഓഫ് ആർട്സ് ആൻഡ് ടൂറിസം. ഓക്കെ, BTS. BTS ആണോ? BTS. നമ്മൾ തമ്മിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം തരാം. എന്തൊക്കെയാണോ ആവശ്യം അത് തരാം കേട്ടോ. ഓക്കെ. കാരണം നിങ്ങളുടെ BTS പ്രോഗ്രാമില് നമുക്ക് ഇവിടെ ഈ മീറ്റിംഗിൽ ഇന്ന് ആരും ഇല്ല. ഒരു 2-3 പേരുണ്ടായിരുന്നെങ്കിൽ ജനറലൈസ് ചെയ്യാമായിരുന്നു. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഞാനിപ്പോ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്ന ഇടയ്ക്ക് ആരും റിപ്ലൈ തന്നില്ല. അപ്പൊ എനിക്ക് തോന്നി ഇല്ലാത്തോണ്ടാന്ന് തോന്നി. തീർച്ചയായും അത് ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഡോണ്ട് വറി, നമുക്ക് ശരിയാക്കാം കേട്ടോ. ശരിയാക്കാം. താങ്ക് യു. പഠന പ്രക്രിയയൊക്കെ എങ്ങനെ, നന്നായി പോണ്ടോ? ഇല്ല, എനിക്ക് മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിട്ടില്ല. മെറ്റീരിയൽസേ കിട്ടിയിട്ടില്ലേ? ഇല്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, സ്റ്റുഡന്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ID കാർഡാണോ? സ്റ്റുഡന്റ് സ്റ്റാറ്റസ്. അപ്പൊ അതും ഇല്ല എന്നാണ് അർത്ഥം. നിങ്ങൾ ഉത്തരം പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായി സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ വാട്സപ്പ് ചെയ്യോ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും? മാസ്റ്റർ, ജൂലൈ ബാച്ച് 2021 അഡ്മിഷൻ ഡിസംബർ 15 എടുത്തവർക്ക് ഇൻഡക്ഷൻ മീറ്റിംഗ് എപ്പോഴും കിട്ടും? അല്ല, ഓൾറെഡി ഒരിക്കലേ ഇൻഡക്ഷൻ മീറ്റിംഗ് ഉള്ളൂ. അപ്പൊ അത് ഞങ്ങൾക്ക് ഇനി കിട്ടത്തില്ല. കൊച്ചിയിലെ ഇൻഡക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞല്ലോ. ഞങ്ങള് ഡിസംബറിലല്ലേ എടുത്തത്. ഡിസംബറിന് ശേഷമാണ് ഇൻഡക്ഷൻ മീറ്റിംഗ് നടന്നത്. ഇൻഫർമേഷൻ ഒന്നും വന്നില്ല. മെയിലില് വന്നിട്ടുണ്ടാവും. ഇല്ല, വന്നില്ല. മെയിൽ ചെക്ക് ചെയ്തോ? ഓക്കെ. ഇനി എന്നെ ഒന്ന് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി, അതിന്റെ ലിങ്ക് കിട്ടും. ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാം. ഇൻഡക്ഷൻ മീറ്റിംഗിന് ശേഷമല്ലേ അസൈൻമെന്റ് എല്ലാ കാര്യങ്ങളും വരുന്നത്. സ്റ്റഡി സെന്റർ മീറ്റിംഗിന്റെ ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇഗ്നോയുടെ സൈറ്റ് നമ്മൾ എത്ര തന്നെ ആണെങ്കിലും സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഒന്നും ഉടനെ ആകില്ല എന്ന് പറഞ്ഞപ്പോ, അതായത് സൈറ്റ് ചെക്ക് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. സൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത. പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? ബാധ്യത ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. രണ്ടും
ഒരേ ലെവലിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. ഇതുവരെ മൈക്ക് പിടിക്കാത്ത അർഷിന മൊയിൻ കാവുംപുറം ഒന്ന് സംസാരിക്കൂ. ഹലോ ഹലോ സർ. പറഞ്ഞോളൂ. ഒന്ന് വീഡിയോയിൽ വന്നാൽ നല്ലത്. സർ ഞാൻ പുറത്താണ്, അതുകൊണ്ട് വീഡിയോയിൽ എന്നാ വേണ്ട പറഞ്ഞോളൂ. ഞാൻ സാറിന്റെ എല്ലാവരും ഇത് കേൾക്കുമായിരുന്നു, അസൈൻമെന്റിനെ കുറിച്ചിട്ടും എല്ലാം കേൾക്കുമായിരുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഏകദേശം നമുക്ക് മിസ് അർഷിനയിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലെ ഇവാലുവേഷനിലേക്ക് പോകാം. ഇന്നത്തെ പരിപാടിയെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം പറയൂ. സാർ, നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. നമ്മൾക്ക് ഓരോരോ സംശയങ്ങളെല്ലാം സാറിന്റെ ഇതിൽ ക്ലിയർ ചെയ്ത് തന്നു. അസൈൻമെന്റ്സിലും പിന്നെ നമ്മൾ വേറെ ഇനിയൊരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ ലെവലിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും, എല്ലാം സാറും അത് പറഞ്ഞു തന്നിരുന്നു. പിന്നെ എനിക്ക് ഇടയിൽ വെച്ച് നെറ്റ് കട്ടായി പോയി സാർ. പിന്നീട് ഞാൻ റീജോയിൻ ചെയ്തതാണ്. എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ല? അതെ സാർ, നെറ്റ് പ്രോബ്ലം ഉള്ള, ഞാൻ പുറത്തായതുകൊണ്ട് എനിക്ക് നെറ്റ് പ്രോബ്ലം ഉണ്ടായി. ഓക്കെ 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 ഓക്കെ. അപ്പൊ താങ്കൾ ഇന്നത്തെ മീറ്റിംഗിൽ തൃപ്തിയാണല്ലോ? ഇനി സാറിന്റെ വീഡിയോസ് കാണുമ്പോ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ തന്ത്രം അറിയാം നിങ്ങൾക്ക്. ഡെയിലി ഞാൻ അതേ ഫോളോ ചെയ്യുന്നു സാർ. ഇതിലെ മീറ്റിംഗിൽ വന്നാൽ പോലും ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഓക്കെ മിസ് അർഷിന, താങ്ക് യു. അനിഷ പി, ഒന്ന് ഒരു ഇവാലുവേഷൻ, ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് വീഡിയോയിൽ വന്നാൽ നല്ലത്. അത് കുട്ടികള് ഒരു ഓക്കെ, പറഞ്ഞോളൂ. ഇന്നത്തെ പരിപാടി ആദ്യം മുതലേ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് ഡൗട്ട് ചോദിച്ചു. ആ ഡൗട്ട് എല്ലാം സാർ പറയുന്നത് എല്ലാം ശരിയാവും, വെയിറ്റ് ചെയ്യും എന്നാണ്. അത് കേട്ട് ആരും വിഷമിക്കേണ്ട, അത് തന്നെയാണ് ഉത്തരം. കാരണം 2021 ജോയിൻ ചെയ്തപ്പോഴേ ഞങ്ങൾക്ക് തുടക്കത്തിൽ ആ ഡൗട്ട് തന്നെ ഉണ്ടായിരുന്നേ. ഇപ്പൊ ഞങ്ങൾ കരുതും എന്താണ് സാർ വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് അനുഭവമാണ്, വെയിറ്റ് ചെയ്യുക. നമുക്ക് ഓരോന്ന് ഇപ്പൊ എന്താ സ്റ്റഡി മെറ്റീരിയൽസ്, പിന്നെ അപ്പൊ നമ്മുടെ സൈറ്റില് നമ്മുടെ അസൈൻമെന്റ്സ് വരുന്നത് എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കുന്നുണ്ട്. സാർ പറയുന്ന പോലെ നമ്മളത് മനസ്സിലാക്കി എടുത്ത് അതിൻ്റെതായ സമയത്ത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അതിൻ്റെതായ സമയത്ത് കറക്റ്റ് ആയിട്ട് വന്നു. തുടക്കത്തിൽ നമുക്ക് തന്നെ സൈറ്റ് കിട്ടാത്തയും പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നമ്പർ അതിനകത്ത് കറക്റ്റായി വരാത്തതെന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രാജുവലി എല്ലാം ശരിയായി സാറ് പറയുന്ന പോലെ. ഇപ്പോൾ ഇന്നും ഒരുപാട് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്തു. അതുപോലെ എല്ലാവരും തുടർന്നും സാറിന്റെ വീഡിയോസ് വാച്ച് ചെയ്താൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ എവ്രിവൺ. സോ താങ്ക് യു സർ ഫോർ എവ്രിവൺ. താങ്ക് യു സോ മച്ച്. വീണ്ടും ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മിസ് അനീഷ, ഏതാണ് പ്രോഗ്രാം? MAPC സർ. MAPC, യെസ്. അപ്പൊ താങ്കൾ നിർബന്ധമായും ഞങ്ങളുടെ മഞ്ജു മാം ഒക്കെ ക്ഷീണിച്ചു എന്നാ പറയുന്നത്, അല്ല ദീപിക മാം ക്ഷീണിച്ചു എന്നാണ് പറയുന്നത്. മഞ്ജു മാം സോഷ്യോളജിയാണ്. താങ്കളുടെ വീഡിയോ ഞങ്ങൾക്ക് എപ്പോ കിട്ടും? ഞാൻ പ്രിപ്പയർ ചെയ്യാം സർ. സാർ എന്താന്ന് വെച്ചാല് വിലങ്ങനെ കേട്ടോ, ലംബമായിട്ടല്ല തിരശ്ചീനമായിട്ട്. ഓക്കെ സർ. ഞാന് MAPC എന്ന് പറയുമ്പോ എനിക്കൊരു പുതിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിലൊരു ക്ലാസ് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ്, ഞാൻ ശരിക്കും ഒരു ക്ലാസ് എടുക്കുന്ന ആളാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ല, ടീച്ചറാണല്ലോ. അതെ സർ. അത് പിന്നെ മഞ്ജു മാം പറഞ്ഞത്, ഒരു ആമുഖത്തിൽ മഞ്ജു മാം സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു, വളരെ സുപ്രധാനമായ ഒരു സംഗതി പറഞ്ഞു. മാം, ഞാൻ പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞതാണ്, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ. അതിനുശേഷമാണ് ഞാൻ BA സോഷ്യോളജി ചെയ്തത്. ഇങ്ങനെ എല്ലാരും ഓരോ ഇതിനും വരുന്നത് തന്നെയാണ്. ശരിക്കും ഒരു മോട്ടിവേഷൻ ആവും ഞാൻ ക്ലാസ് എടുക്കാൻ. ഓക്കെ സർ. ഞാൻ MA ഇംഗ്ലീഷ് ആണ്. അത് ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷെ ഇതൊരു പുതിയ സബ്ജക്റ്റ് അല്ലേ, ഞാൻ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ ഞാനത് ചെയ്യാന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. മിസ് മുബീന പറഞ്ഞോളൂ മാം.